friends, welcome to my channel. അപ്പോൾ ഇന്ന് ഞാൻ സദ്യ സീരീസിൽ കാണിക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറിന്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റിയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറാണ്. അപ്പോൾ ഇതെല്ലാവരും കാണണം കേട്ടോ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ 4 മാങ്ങ ഞാൻ 2 മണിക്കൂറായിട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് പരട്ടി വെച്ചതാണ്. ഏകദേശം 2 മണിക്കൂർ ഇതിനകത്ത് വെള്ളമൊക്കെ ഊർന്നു വരാൻ തുടങ്ങി. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ നന്നായിട്ട് ഉപ്പ് പിടിക്കും മാങ്ങക്ക്. പിന്നെ നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഇപ്പം നന്നായിട്ട് ഇതിന് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് മുളകൊക്കെ ഇട്ടിട്ട് ആ മാങ്ങയിലോട്ട് ചാലിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾ ലോ ഫ്ലെയിം ആക്കണം. ലോ ഫ്ലെയിം ആക്കിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് മുളക് പൊടി ചേർക്കാൻ പോവാണ്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കണം, അല്ലെങ്കിൽ ഓഫ് ചെയ്യണം. പിന്നെ 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം വാഴുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി അതിനകത്തോട്ട് 1 ടീസ്പൂൺ ഉലുവയുടെ പൊടി ഇടുവാണ്. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കുറവായിട്ട് കായപ്പൊടി. വിനെഗർ ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ വിനെഗർ ചേർക്കണ്ട. പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ കുറച്ച് വിനെഗർ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റാം. എപ്പോഴും നമ്മൾ ഗ്ലാസിൻ്റെ കുപ്പിയിൽ വേണം മാങ്ങ അച്ചാറൊക്കെ സൂക്ഷിക്കാൻ. ഇത് പുറത്ത് ഒരു 2-3 ഡേയ്സ് വരെ നമുക്ക് പുറത്ത് കേടുകൂടാതെ സൂക്ഷിക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറാണിത്. സദ്യക്കൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ സദ്യ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. താങ്ക്